ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മാളുവിനെ കൂട്ടി ഗംഗയാണെങ്കിൽ പാർക്കിലേക്ക് പോകുന്നു. ആ സമയത്ത് രാഹുൽ ആണെങ്കിൽ ഒരാളെ വിളിച്ചു പറയുകയാണ് മാളുവിന് അപകടമുണ്ടാക്കണമെന്ന്. രാഹുൽ ഫോണിൽ സംസാരിക്കുന്നത് ഗൗരി കേൾക്കുന്നു. ഗൗരി ആണെങ്കിൽ മാളുവിനെ രക്ഷിക്കണമല്ലോ എന്ന് കരുതി വാതിലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ ഗൗരിക്ക് പറ്റുന്നില്ല. രക്ഷാ കവചമുള്ളത് കൊണ്ട് ഗൗരിക്ക് പുറത്തേക്ക് ചാടാൻ പറ്റുന്നില്ല. ഗൗരി ആണെങ്കിൽ ഒരുപാട് സങ്കടത്തിലാകുന്നു. അതേസമയം മാളുവും ഗംഗയും പാർക്കിൽ ചെല്ലുന്നു. മാളു അവിടെ ചെന്നിട്ട് എല്ലാത്തിലും കയറുകയാണ്. ഒന്നും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പാർക്കിൽ രാഹുൽ പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ഊഞ്ഞാൽ കട്ട് ചെയ്തു വെക്കുന്നു. ആ ഊഞ്ഞാലിൽ മാളു കയറി ആടുന്നുണ്ട്. ഗംഗ അപ്പോഴാണെങ്കിൽ ഒരു സ്വപ്നവും കാണുന്നുണ്ട്, ഊഞ്ഞാൽ പൊട്ടി വീഴുന്നതും മാളു വീഴുന്നതുമൊക്കെ ആയിട്ട്. ഗംഗയാണെങ്കിൽ മാളുവിനോട് പറയുന്നുണ്ട് മതി ഊഞ്ഞാലാടിയത്, ഇറങ്ങാനെന്ന് പറയുന്നു. മാളു പക്ഷെ കേൾക്കുന്നില്ല. മാളു ആണെങ്കിൽ ഊഞ്ഞാലിൽ ആയത്തിൽ ആടണമെന്ന് പറഞ്ഞിട്ട് വലുതായിട്ട് ആടിക്കൊണ്ടിരിക്കുന്നു. അതേസമയം കൈലാസത്തിൽ സീമ ചേച്ചി ആണെങ്കിൽ വെളിയിലേക്ക് പോകുമ്പോൾ കയ്യിൽ ക്ലീൻ ചെയ്യുന്ന മാപ്പ് ഉണ്ടായിരുന്നു. ആ മാപ്പ് വെച്ച് കവചം പൊട്ടിപ്പോവുകയാണ്. രക്ഷാ കവചം താഴെ വീണ് കിടക്കുന്നത് ഗൗരി കാണുന്നു. അങ്ങനെ ഗൗരി ആണെങ്കിൽ വീടിന് പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. ഗൗരി പാർക്കിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് തന്നെ മാളുവിന്റെ ഊഞ്ഞാല് പൊട്ടുകയാണ്. ഊഞ്ഞാലിൽ കയറിയാണെങ്കിൽ ഗൗരി പിടിക്കുന്നു. മാളു തെറിച്ചു പോകുന്നുണ്ട്. ഗംഗയാണെങ്കിൽ മാളുവിനെ പിടിക്കുന്നു. മാളു ആണെങ്കിൽ ഗംഗയുടെ ദേഹത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് മാളുവിനൊന്നും സംഭവിക്കുന്നില്ല. ഗംഗയുടെ കൈ മാത്രം ചെറുതായിട്ട് മുറിയുന്നുണ്ട്. ഗൗരിക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നു. മാളു രക്ഷപ്പെട്ട് തോർത്തിട്ട്. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം രാഹുൽ ഏൽപ്പിച്ച ആള് കാണുന്നുണ്ടായിരുന്നു. അയാൾ അപ്പൊ തന്നെ രാഹുലിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. പിന്നീട് രാഹുൽ ആണെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് രേഷ്മ വന്ന് വഴക്ക് പറയുന്നു. രാഹുൽ പറയാണ് ഇന്ന് മാളുവിനെ കൊല്ലാൻ ശ്രമിച്ചതാണ്, പക്ഷെ അത് പരാജയപ്പെട്ടെന്നൊക്കെ പറയുന്നു. രേഷ്മ അപ്പോൾ പറയാണ് നീ കാണിച്ചത് മണ്ടത്തരമാണ്, അവൾ എങ്ങാനും മരിച്ചു പോയാൽ പിന്നെ വിവാഹം പോലും മഹിയേട്ടൻ കഴിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വത്ത് പോലും കിട്ടില്ല എന്ന് പറയുന്നു. രാഹുൽ അപ്പോൾ പറയണം അത് ഞാൻ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നു എന്ന്. രേഷ്മ അപ്പോൾ പറയാൻ നീ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്ന പിന്നെ എല്ലാ കാര്യങ്ങളും മറന്നു പോകുമെന്ന്. രേഷ്മ പോയതിനു ശേഷം ഗൗരി അവിടേക്ക് വരികയാണ്. ഗൗരി മനസ്സിൽ വിചാരിക്കുകയാണ് ഇവനാണെങ്കിൽ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതാണ്, ഇവനെ വെറുതെ വിടില്ല എന്നൊക്കെ. അതിനുശേഷം ഗൗരിയാണെങ്കിൽ രാഹുലിന്റെ കഴുത്തിൽ പിടിച്ച് മുകളിലേക്ക് പൊക്കുന്നു. നിന്നെ കൊല്ലുമെന്നൊക്കെ ഗൗരി പറയാണ്. ഗൗരി കഴുത്തിൽ പിടിച്ചതിന് ശേഷമാണെങ്കിൽ രാഹുലിനെ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിടുന്നു. വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്നു. രാഹുൽ ബഹളം വെക്കുന്നു. രാഹുലിന്റെ ബഹളം കേട്ടിട്ടാണെങ്കിൽ മഹി അവിടേക്ക് വരുന്നു. കൂടാതെ എല്ലാവരും വരികയാണ്. എല്ലാരെയും കാണുമ്പോൾ ഗൗരി ആണെങ്കിൽ രാഹുലിനെ വിട്ടിട്ട് പോകുന്നു. അതേസമയം രാഹുൽ ആണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ. മഹി അപ്പോൾ പറയണ നീ മൂക്കുമുട്ട കുടിച്ചിട്ടാണ്, നിനക്ക് തോന്നിയതാണെന്നൊക്കെ പറയുന്നു. എല്ലാരും പോയതിനു ശേഷം ശ്രേയയും ശ്രേയയുടെ അമ്മയും ആണെങ്കിൽ രാഹുലിനോട് ചോദിക്കുകയാണ് നിനക്ക് നീന്തലൊക്കെ അറിയാവുന്നതല്ലേ, പിന്നെയും എങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നൊക്കെ ചോദിക്കുന്നു. രാഹുൽ അപ്പോൾ പറയണം എന്നെ ആരോ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിലെ പാടൊക്കെ കാണിക്കുന്നു. ശ്രേയ അപ്പോൾ അമ്മയോട് പറയാണ് ഗൗരിയാണോ ഉപദ്രവിച്ചത്, ഗൗരിയാണെങ്കിൽ രക്ഷാബന്ധനം ഉണ്ടായിട്ടും എങ്ങനെയാണ് ഉപദ്രവിച്ചതെന്നൊക്കെ പറയുന്നു. ശ്രേയയും ശ്രേയയുടെ അമ്മയാണെങ്കിൽ വാതിൽ വന്നിട്ട് രക്ഷാമണി നോക്കുകയാണ്. രണ്ടുപേരും നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. മഹിയുടെ അമ്മയോടും പറയുന്നു രക്ഷാമണി കാണുന്നില്ല, ആ ഗംഗ എങ്ങാനും എടുത്തു മാറ്റിയതാണോ എന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ തിരയുകയാണ്. അവസാനം മണി കിട്ടുന്നു. ശ്രേയ ആണെങ്കിൽ അത് വീണ്ടും എടുത്ത് കിട്ടുകയാണ്. എന്നിട്ട് പറയാണ് ഈ രക്ഷാമണി ഉള്ളിടത്തോളം കാലം അവൾക്ക് ആരെയും കൊല്ലാൻ പറ്റില്ല എന്ന്, തൽക്കാലത്തെ സുരക്ഷിതത്വത്തിന് മാത്രമുള്ളതാണ് ഈ മണി എന്നൊക്കെ ശ്രേയ പറയുന്നു. ആ സമയത്ത് ഗൗരി പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ രക്ഷാ കവച മണി കിട്ടിയത് കൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. പിന്നീട് ഗംഗയാണെങ്കിൽ കയ്യിലെ മുറിവിൽ മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് റൂമിലേക്ക് മാളൂട്ടി വരുന്നു. മാളൂട്ടിയാണെങ്കിൽ ഗംഗയോട് പറയാണ് എന്നെ ഗംഗ രക്ഷിച്ചില്ലേ, അതിന് താങ്ക്സ് എന്ന്. ഗംഗ അപ്പോൾ പറയാണ് അങ്ങനെയെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആകാമെന്ന്. മാളൂട്ടി അപ്പോൾ പറയാണ് ഫ്രണ്ട്സ് ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. ആ സമയത്ത് ഗൗരിയുടെ ആത്മാവുണ്ടായിരുന്നു. ഗൗരിയാണെങ്കിൽ പറയാണ് എന്റെ മാളുവിന്റെ അമ്മ ഗംഗയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്. ഗംഗയ്ക്ക് കൈ വേദനിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഗൗരിയാണെങ്കിൽ കാറ്റൂതി വിടുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്